ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയത് നൂറുകണക്കിന് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി. വിസ കാലാവധി കഴിഞ്ഞവരെ അടക്കം എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അപ്രതീക്ഷിതമായി വിമാനം റദ്ദാക്കിയപ്പോൾ ഗൾഫ് നാടുകളിൽ വലഞ്ഞത് ആയിരക്കണക്കിന് പ്രവാസികളാണ്. വിമാനം റദ്ദാക്കിയതറിയാതെ വിമാനത്താവളങ്ങളിൽ ചെന്നവർ മണിക്കൂറുകളോളം എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായി. വിസ കാലാവധി തീരുന്നവരും അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലെത്തേണ്ടവരും ഉൾപ്പെടെ നിരവധി പേരാണ് വലഞ്ഞത്. രാത്രി എയർപോർട്ടിലെത്തിയവരോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാനോ പകരം സംവിധാനം ഏർപ്പാടാക്കാനോ അധികൃതർ തയ്യാറായതുമില്ല. പലരും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയത് പോലും. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിലെ പ്രതിസന്ധി കാരണം ഗൾഫ് നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതായി ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു. ഈ മാസം 15 ശേഷമുള്ള ടിക്കറ്റുകൾ നേരത്തെ തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു. പുതിയ പ്രതിസന്ധി സാഹചര്യം കൂടുതൽ വഷളാക്കിയതായാണ് ഏജന്റുമാർ അഭിപ്രായപ്പെടുന്നത്. വിസ കാലാവധി തീർന്നവർ ഉടൻ നാട്ടിലെത്തിയില്ല എങ്കിൽ ഫൈൻ ഉൾപ്പെടെ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടെ വ്യാഴം, വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ യുഎയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളും റദ്ദാക്കിയതായി അറിയിപ്പ് വന്നിട്ടുണ്ട്. 24 ദുബായ്.